കോൺഗ്രസിന്റെ UDFന്റെ റാലി അവസാനം രാഹുൽ ഗാന്ധി ചില 5 പ്രഖ്യാപനങ്ങൾ നടത്തി. സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഹെൽത്ത് സുരക്ഷ. അതായത് ഏകദേശം കോൺഗ്രസിന്റെ ഒരു മാനിഫെസ്റ്റോയുടെ ഔട്ട്ലൈൻ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇന്ന് ഇതുവരെ മറ്റു രണ്ടും കോൺഗ്രസ് ഉൾപ്പെടെ ആരും മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു സംഗതി, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ഒരു സംഗതി മാനിഫെസ്റ്റോയുടെ പ്രസക്തി എന്റെ അഭിപ്രായത്തിൽ അവസാനം ഒരു പ്രസക്തി ഉണ്ടായിരുന്നത് 1900 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററിയുടെ കാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃശ്ശൂരിൽ കൂടി തീരുമാനിച്ച ഒരു പ്രമേയമായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 തെരഞ്ഞെടുപ്പിലെ അവരുടെ മാനിഫെസ്റ്റോ. അതായത് ശ്രേയസ് ഒരു വളരെ ടുവേർഡ്സ് എ പ്രോസ്പെറസ് കേരള എന്ന് പറഞ്ഞ് അന്ന് അതിൽ അക്കമിട്ട് പറഞ്ഞിരുന്നു അടിസ്ഥാന കാര്യങ്ങൾ. എങ്ങനെയാണ് കുടികിടപ്പ് നിയമം, എങ്ങനെയാണ് ഭൂമി പ്രശ്നം, എങ്ങനെയാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസിന്റെ പങ്ക്, അങ്ങനെ മൂർത്തമായിട്ടുള്ള കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. ഇന്ന് അട്ടത്തു വെക്കാനുള്ള ഒരു കമ്മിറ്റിക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത നേതാക്കളെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കും. ഇപ്പൊ UDF ആണെങ്കിൽ ഒരുപക്ഷെ CP ജോൺ ഉണ്ടാവും, അല്ലെങ്കിൽ LDF ആണെങ്കിൽ അത് തോമസ് ഐസക് ഉണ്ടാവും. ഇവർക്ക് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനവും ഭരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ വാചാട്ടോപങ്ങൾ, സാങ്കേതിക വികസനം കേരളത്തിന്റെ 21ാം നൂറ്റാണ്ടിലേക്ക് നയിക്കും, അല്ലെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡിൽ വണ്ടികൾ ഉണ്ടാവും, വടകരയിൽ നിന്ന് അപ്പം കൊണ്ടുവന്ന് തൃശ്ശൂർ വിൽക്കും, ഇതൊക്കെ ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞ പോലത്തെ ഇത്തരത്തിലുള്ള വലിയ വലിയ വാചകങ്ങൾ ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. റെയിൽ വരുന്നു, മെട്രോ വരുന്നു, സീപോർട്ട് എയർപോർട്ട് വരുന്നു, ഇത് പറഞ്ഞുകൊണ്ട് ഈ വൻ പദ്ധതികൾ പറഞ്ഞ് വികസനവും ഈ പറയുന്ന ഈ നടക്കാത്ത കാര്യങ്ങളെ പറ്റിയുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം പ്രവൃത്തി എങ്ങനെയാണ്? ഈഴവനെ നോക്കി, നായരെ നോക്കി, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ കാര്യങ്ങൾ നോക്കി, യക്കോബ സഭയുടെ കാര്യങ്ങൾ നോക്കി, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭരണം മുന്നേറുന്നത്. കോളേജുകൾ കൊടുക്കണമോ, അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനിൽ കൂട്ടണമോ കുറയ്ക്കണമോ, ഇതാണ് ഭരണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രവർത്തനം. എന്നാൽ ഈ മാനിഫെസ്റ്റോകളിൽ എഴുതി കണ്ടു കഴിഞ്ഞാൽ വൻ കോർപ്പറേറ്റ് ഭീമം, ഇത് കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് നിങ്ങളുടെ വാഗ്ദാനവുമായി നിങ്ങളുടെ പ്രവർത്തനത്തിന് യാതൊരു ബന്ധവുമില്ല. അത് ഒരു ക്ലയന്റീൻ, അതായത് നിങ്ങളുടെ ക്ലയന്റിനെ സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇപ്പൊ തന്നെ ലത്തീൻ കത്തോലിക്കരെ പറ്റി ചീത്ത പറഞ്ഞുവെന്ന് സതീശൻ പറഞ്ഞുവെന്ന് പറയുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് സമൂഹത്തെ ഈ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സമീപിക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റോയെ പറ്റിയുള്ള ഒരു ചർച്ച അതൊരു വ്യാമോഹമായിരിക്കും. ചെറിയ അത്തരത്തിലുള്ള ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ കേരളത്തിലെ പറയാം. കാരണം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 അതെ, അത് തന്നെ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ അത് തന്നെ ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ എല്ലാവർക്കും സൗജന്യ ട്രാൻസ്പോർട്ട് യാത്ര, ഇത് കേരളത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയുടെ ലക്ഷണമല്ല. ഇത് വളരെ പിന്നോക്ക് പോയി കർണാടകയിലെയും ഡൽഹിയിലെയും മറ്റുമുള്ള മുതലാളിത്ത കക്ഷികൾ കാണിക്കുന്ന ദാനധർമ്മം, പണ്ട് ജയലളിതയൊക്കെ ചെയ്തിരുന്ന പോലത്തെ ദാനധർമ്മം ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു അധികാരത്തിൽ വരേണ്ട ഗതികേട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. പണ്ട് ഭൂമിയുടെ ഭൂപരിഷ്കരണം പറഞ്ഞ്, അല്ലെങ്കിൽ പോലീസ് നയം പറഞ്ഞ്, അങ്ങനെയാണ് ഇവിടുത്തെ പാർട്ടികൾ വോട്ട് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ദാനധർമ്മം, സൗജന്യ യാത്ര, സൗജന്യമായ വെള്ളം, ഇത്തരത്തിലുള്ള തികച്ചും ഫ്യൂഡൽ, അത് ഞാൻ പറയുന്നത് വളരെ ഫ്യൂഡലായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുക എന്നത് രാഹുൽ ഗാന്ധി ആധുനികനായത് കൊണ്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം കേരളത്തിൽ വന്ന് നൽകുന്ന വാഗ്ദാനങ്ങൾ തന്നെ ഫ്യൂഡലാണ്. ആളുകൾക്ക് അത് കൊടുത്തും ഇത് കൊടുത്തും വോട്ട് മേടിക്കാമെന്നല്ല കേരളത്തിലെ കോൺഗ്രസ് പറയേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് പറയേണ്ടത് മോഡിയുടെ സർക്കാർ നിങ്ങളുടെ കോൺഗ്രസിനെ, ഈ സംസ്ഥാന സർക്കാരിനെ ഞെരുക്കിയാലും കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ നയങ്ങളും അതിനെ മറികടന്നുകൊണ്ട് കേരളത്തിന്റെ വികസനം സാധ്യമാക്കും. അതിന്റെ വഴികളാണ് പറയുന്നത്. അത് പറയാതെ
അപ്പൊ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ. എന്റെ പോയിന്റ് അതാണ്. മാനിഫെസ്റ്റോ നേരത്തെ ഒരു ഇന്റൻഷൻ എങ്കിലും നമുക്ക് പറയായിരുന്നു. 5 വർഷം നമുക്ക് നോക്കാൻ ഒരു ഇന്റന്റ് ഓഫ് ദ പാർട്ടി, അല്ലെങ്കിൽ ഫ്രണ്ടോ UDF. ഇപ്പൊ അതുപോലും ഇല്ലാതെ ഇതുപോലെ ഫ്രീ ഞാനത് പണ്ടേ വിട്ടുകഴിഞ്ഞിരുന്നു. ഞാനൊരു 3-4 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ആരാണ് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് ചർച്ച, അതും വീണ്ടും ഒരു കേരളത്തിലെ ഒരു പരിഹാസ്യമായ പരിപാടിയാണ്. ഒരു അടുക്കള ബഡ്ജറ്റാണ് GSTക്ക് ശേഷം കേരളത്തിലുള്ളത്. അതിനെക്കുറിച്ച് എന്ത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനാണ്? അതുപോലെ കേരളത്തിലെ മാനിഫെസ്റ്റോ, അതിനെക്കുറിച്ച് എന്ത് ചലനമാണ് അത് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇന്നത്തെ ഫെഡറൽ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് മോഡി RSS ഭരണത്തിന് കീഴിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു അടുക്കള ബഡ്ജറ്റ് മാത്രമാണ്. അതിനെപ്പറ്റി നിങ്ങൾ എന്ത് മാനിഫെസ്റ്റോ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ധനാഗമന മാർഗങ്ങൾ? റിസോഴ്സസ് എവിടെ നിന്നുണ്ടാക്കും? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിന് ഇതെല്ലാം അറിയാം. അവർക്കറിയാം ഇത് ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവിന്റെ ഒരു സുഖജീവിതമാണ് മധ്യവർഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസികൾക്കും ദളിതർക്കും വളരെ കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ജനങ്ങളുടെ ഇടയിലുള്ള സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരികയാണ്. അമിതമായ ഉപഭോഗ തൃഷ്ണയിൽ പാവപ്പെട്ടവർ പോലും വലിയ കടക്കണിയിൽ കേരളത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകൾ പെരുകുകയാണ്. ഈ യാഥാർത്ഥ്യം, ഈ അസമത്വം, വളരുന്ന സാമ്പത്തിക അസമത്വം കേരളത്തിൽ, അത് പോലും ചർച്ച ചെയ്യാൻ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് താങ്കൾ പറയുന്ന ഈ മാനിഫെസ്റ്റോയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും കാത്തിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതാണ് കേരളത്തിലെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അരാഷ്ട്രീയത, അല്ലെങ്കിൽ ഡയറക്ഷൻലെസ് എന്ന് താങ്കൾ പറഞ്ഞതിന്റെ വാസ്തവം എന്ന് അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്റെ ഒരു ആകാംക്ഷയും വേവലാതിയും, എങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും, എങ്ങനെ BJP RSSനെ കേരളത്തിലെ ഒരു സ്വാധീനം ഇല്ലാതാക്കും. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യവാദിയെ, അല്ലാതെ എങ്ങനെയെങ്കിലും മൂന്നാം ഭരണം, ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും മൂന്നാം ഭരണം എന്നുള്ളത് ഒരു രാഷ്ട്രീയമേ അല്ല. മൂന്നാം ഭരണം വരുന്നതിൽ തെറ്റില്ല, ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ. എന്തും കാണിച്ച് മൂന്നാം ഭരണം എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. എത്ര രൂപ ചെലവാക്കിയാലും, ഇപ്പോൾ മോഹൻലാലിന്റെ ഇന്റർവ്യൂവിന് മാത്രം 12 ലക്ഷത്തോളം രൂപ സർക്കാർ ചെലവാക്കിയെന്നാണ് പറയുന്നത്, മുഖ്യമന്ത്രിയുമായിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഇങ്ങനെ കണക്കില്ല. ഇപ്പൊ കിഫ്ബിയുടെ പ്രചരണം, കിഫ്ബി ആണ് നമ്മളുടെ രക്ഷകൻ എന്നാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ കിഫ്ബിയെ പ്രചരിപ്പിക്കാനായിട്ട് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടിയുടെ പരസ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വില കൊടുത്തും മൂന്നാം ഭരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരിച്ചു വരുന്നത് ജനങ്ങളുടെ മാൻഡേറ്റിലുള്ള വിശ്വാസം കൊണ്ടാണ്. അവരെ മാധ്യമങ്ങൾ അതെല്ലാം വികസനമെല്ലാം തമസ്കരിച്ചാലും ജനങ്ങളിലുള്ള വിശ്വാസത്തോടുകൂടി, ജനങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജയിക്കുമെന്നുള്ള മുന്നേറ്റമാണ് വേണ്ടത്. അതിനു പകരം ഇത്ര ധാരാളിത്വമായി, ഇത്ര പണം ചിലവാക്കിയുള്ള പ്രചരണത്തിൽ കൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് തന്നെ നീ കഴിവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അപ്പോൾ സർക്കാരിന്റെ പണമെടുത്ത് പ്രചരണം നടത്തുക എന്നുള്ളത് അത് ജനവിരുദ്ധവും കൂടിയായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത്. അതാണ് മാത്രമല്ല സർ, BJP സെൻട്രൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന അതേ പരിപാടിയാണ് കേരള സർക്കാരും ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ നമുക്കറിയാം, വാജ്പേയിയുടെ ഇന്ത്യ തിളങ്ങുന്നു എവിടെ ചെന്ന് അവസാനിച്ചു? ഓർമ്മയുണ്ടോ? കേരളം തിളങ്ങുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കേരളത്തിൽ വിജയിക്കണമെന്നില്ല. അത് വാജ്പേയിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്ക് കഴിയണമെന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ചുളുക്ക് വിദ്യകൾ, അതായത് ഇവന്റ് മാനേജ്മെന്റിന്റെയും പരസ്യ ഏജൻസികളുടെയും പബ്ലിക് റിലേഷൻസ് വിദഗ്ധരുടെയും ഉപദേശത്തിൽ കൂടി ഉള്ള ഒരു ജനവിശ്വാസം തേടലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷത്തിന് സഹജമായിട്ടുള്ളത്. അത് അമിതമായാൽ അത് തിരിച്ചു കുത്തുകയും, അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓവർകിൽ എന്നൊരു വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇഫ് യു ഡു ദ ഓവർകിൽ, then the results are going to be counterproductive. എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ഞാൻ കാണുന്നുണ്ട്, ഡൽഹിയിലെ DTC ബസ്സുകളുടെ പുറകിൽ മോഡിജിയെയും ചീഫ് മിനിസ്റ്ററെയും കാണാം. കേരളത്തിൽ ഞാൻ
ഏതാണോ ഫെബ്രുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് കണ്ടത്, എല്ലാ KSRTC ബസിന്റെയും പുറകിൽ പിണറായി CM പിണറായി അല്ല ചെറിയാൻ ഇത് തത്വദൂഷ ഇല്ലായ്മ. ഇത് ഇവർ തമ്മിലുള്ള എന്താണ് വ്യത്യാസം? ഒരേ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. BJP അവരുടെ ഈ ഇത്തരം ഒരു രാഷ്ട്രീയ സംസ്കാരം അവരുടെ പാർട്ടാക്കി കഴിഞ്ഞു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതില്ലായിരുന്നു. അവർ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നവരാണ്. അവർക്ക് KSRTC ബസിന്റെ പുറകിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് കേരളം ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഞാൻ വളരെ സർപ്രൈസ് ആയിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് തന്നെ. അത് വാസ്തവത്തിൽ ഇത് അത്ഭുതകരമായ, താങ്കളെ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ അരാഷ്ട്രീയത, ഈ മൂല്യരാഹിത്യം തീവ്രവാദം മുസ്ലിം സംഘടനകളെ പോലും ബാധിച്ചിരിക്കുന്നു. ഫാസിസത്തിന് മറുപടിയായി തിരിച്ച് അടിയാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം എന്ന് പറയുന്ന SDPI എന്ന തീവ്രവാദം എന്ന് പൊതുവെ ധരിക്കുന്ന ആ കക്ഷി പോലും ഇന്ന് BJPയെ തോൽപ്പിക്കൽ മുഖ്യ കടമയല്ല എന്ന് പറഞ്ഞ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മുസ്ലിം വോട്ടുകൾ പിടിച്ചുകൊണ്ട് അവിടെ BJP ജയിക്കുന്നെങ്കിൽ ജയിച്ചുകൊള്ളട്ടെ എന്ന മട്ടിൽ അവർ ഈ തത്വവും ഫാസിസ്റ്റ് വിരുദ്ധത ഏറ്റവും ഉറക്കെ പറയുന്ന മുസ്ലിങ്ങളെ വേറൊന്നും മാർഗമില്ല, ഇത് RSSന് ബദൽ RSSന് സമാനമായ ഒരു മുസ്ലിം സംഘടന എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടന 7000 വോട്ടാണ് മഞ്ചേശ്വരത്തെ ഈ പാർട്ടിക്ക് അവിടുത്തെ പഞ്ചായത്തുകളിൽ എല്ലാം കൂടി കിട്ടിയിട്ടുള്ളത്. ആ ഏകദേശം 2.5 ലക്ഷം വോട്ടുള്ളിടത്ത് അതിൽ 1.7 ലക്ഷം മുസ്ലിം വോട്ടുള്ളത് ഈ 7000 വോട്ട് നമ്മൾ പിടിച്ചു മാറ്റിയാൽ കാവിക്കൊടി ജയിക്കും. ആ കാവിക്കൊടിയെ ജയിപ്പിക്കാനാണോ എന്ന് പോലും നമുക്ക് ആർക്കും തോന്നുന്ന, അതോ ഇനി അവർ അവരുടെ ജയിലിൽ കിടക്കുന്ന SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ആളുകളെ മോചിപ്പിക്കാമെന്നെങ്ങാനും RSS BJP വാക്കു കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അത്ഭുതകരം, വിസ്മയകരമായ ഒരു കാര്യമാണ് കാണുന്നത് കേരളത്തിൽ. അപ്പൊ ഇതിന് മൊത്തം തത്വദിശയില്ലാത്തൊരു ഇലക്ഷനാണ് നമ്മുടെ മുമ്പിൽ. കേരള രാഷ്ട്രീയം പാർട്ടി ഭേദമില്ലാതെ ഒരു ഓപ്പർച്യൂണിസ്റ്റുകളുടെ സെന്ററായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബിഗ് പിക്ചർ, അതായത് പറഞ്ഞു എന്നുള്ളതല്ല, അതിന്റെ പുറകിലുള്ള എന്താണ് ട്രെൻഡ്, എന്താണ് വസ്തുതകൾ, എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് ഞങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യും. നന്ദി, നമസ്കാരം.